പുത്തൻതുറക്കാർക്ക് ഇപ്പോഴും ഈ സംഭവം ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ നാട്ടുകാരുമായി ഇടപെടുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. ഇദ്ദേഹം ജില്ലാ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിഞ്ചു, 2 മക്കൾ. ഇവരടങ്ങുന്ന ഈ കുടുംബം ഈ നാട്ടുകാരുമായൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് വളരെ എല്ലാ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഉള്ള ആളുകളായിരുന്നു. എന്നാൽ ഈ 2 കുട്ടികളും പ്രത്യേകിച്ച് ഈ തേജസ് രാജ് എന്ന പേര് പോലും നാട്ടുകാർക്ക് അത്ര പരിചിതമല്ല. കാരണം ഈ നാട്ടിൽ തേജസ് അറിയപ്പെട്ടിരുന്ന ഉണ്ണി എന്നാണ്. എത്ര നാളായിട്ട് ഇവരിവിടെ താമസിക്കുന്നുണ്ട്? ഇവർ ഞങ്ങൾ വരുമ്പോഴേ ഉണ്ട്. 10-50 വർഷത്തിൽ കൂടുതലായി. അവരുടെ തന്തയൊക്കെ ഇവിടെയായിരുന്നു. 50 വർഷത്തിൽ കൂടുതലുണ്ട്. ഇവർ നാട്ടുകാരോടൊക്കെ എങ്ങനെയായിരുന്നു ഈ കുട്ടികളുടെ ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളോടൊക്കെ നല്ല സ്നേഹമായിട്ട് വരും. നല്ല സ്നേഹമായിട്ടാണ് പെരുമാറും. കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്ന പിള്ളേരായിരുന്നു. അവിടെ എഞ്ചിനീയർ കഴിഞ്ഞ് വൈകുന്ന മര്യാദക്കാർ പിള്ളേരാണ്. കുഴപ്പമൊന്നുമില്ല. ഉൾക്കൊള്ളാനായിട്ടില്ലല്ലേ? ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല. പക്ഷേ ഇതിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ചേട്ടനൊക്കെ വിളിക്കും. തൊട്ടടുത്ത് താമസിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ ഇവിടെ ഒരു അഫെയർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായി അഫെയർ ഫോണിലൊക്കെ സംസാരിക്കുക, അല്ലാതെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്നേഹത്തിലായിരുന്നു. പിന്നെ എന്തോ സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് ആ പെണ്ണ് ജോലി കിട്ടി. അങ്ങനെ ഇയാളെ വേണ്ടാന്നൊരു ഇതിലായി. ഇയാൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അടുത്ത ഇച്ചിരി മാനസികമായ ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു ഇയാൾ. മനസ്സിലായിട്ടുണ്ടോ ഇവിടെ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ? ഇപ്പം ഈ അടുത്ത കാലത്ത് ആരുടെടുത്തും വലിയ ചിരിയോ ഒന്നുമില്ല. കണ്ടാലും അല്ലാത്തപ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും സഹകരണമൊക്കെ. മോടെ കല്യാണത്തിനൊക്കെ നല്ല ഇതായിരുന്നു. ചേട്ടൻ്റെ മോളുടെ? എൻ്റെ മോടെ കഴിഞ്ഞ് 2 വർഷമായി, 1.5 വർഷം കഴിഞ്ഞു. ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, ഫോട്ടോയൊക്കെ ആൽബത്തിലുണ്ട് മോടെ കൂടെ നിന്നെടുത്ത്. നല്ല സ്നേഹമുള്ള പിള്ളേരാൻ. എന്ത് ചെയ്യാൻ, അടുത്ത സമയത്താണ് ഈ വീടൊക്കെ വെച്ചത്. ഒരു 2 വർഷത്തിൽ കൂടുതലാവത്തുള്ളൂ. അവരവരെ കാര്യങ്ങൾ അവരവരെ കാര്യം. ഇന്നലെ രാവിലെ ഇതിൽ പോകുന്ന കണ്ട് കടയിലോട്ടും കണ്ടേ. വെള്ളമൊക്കെ മേടിച്ച് കുടിക്കാൻ അങ്ങനെ പോകുന്ന തണുത്ത വെള്ളം. ഇത്തരത്തിലുള്ള മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവമുള്ള? മദ്യപാനമൊന്നും അവർക്കില്ല. ദുശീലങ്ങളൊന്നുമില്ല. ഈ വീടിൻ്റെ പാലുകാച്ചിന് വന്നായിരുന്നു, അല്ലാതെ വന്നിട്ടില്ല. കണ്ടിരുന്നോ? ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചത്. ഫാമിലി എല്ലാവരും സഹകരണമായിരുന്നു. 2 വീട്ടുകാരും. എങ്ങനെ മനസ്സിലായി അത് ഈ കുട്ടിയാണെന്ന്? മോക്കറിയായിരുന്നു, കൊച്ചു മോക്കറിയായിരുന്നു. മോളുമായിട്ടൊക്കെ? മോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മോളോട്ട് പഠിക്കുന്ന സമയത്തേ ഉള്ള ബന്ധം. അവരമ്മ പഠിക്കുന്ന സമയത്ത് ഇയാൾ എഞ്ചിനീയറിങ്ങിന് പഠിച്ചല്ലോ. അപ്പോൾ അവിടെ അതെനിക്കറിയില്ല. എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്തുള്ള ബന്ധമാണ്. മോളുമായിട്ടൊക്കെ തേജസ് അല്ല, വന്നപ്പോൾ പാലുകാച്ചിന് വന്നപ്പം പറഞ്ഞിങ്ങനെ ചേച്ചിയുടെ ചേച്ചി അപ്പോൾ അണ്ണൻ സ്നേഹിക്കുന്ന ആളാന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക്. ഈ അങ്ങനെയുള്ള അടുത്ത ബന്ധമൊന്നുമില്ല. ഇവർ ഈ 4 കെട്ടും മതിൽക്കെട്ടിനകത്താണ്. ഇല്ല, ഫെയിലല്ലായിരുന്നു, പാസ്സായാളാ. ടെസ്റ്റ് കിട്ടി, ഫിസിക്കലി പോയത്. ഫിസിക്കലി പോയി. അതിൻ്റെ നിരാശയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ അങ്ങനെ ആവാമോ ഈ പെൺകുട്ടി? ചിലപ്പം അങ്ങനെ ആവുമായിരിക്കും. പിന്മാറ്റം, ജോലി കിട്ടിയതിന് ശേഷമുള്ള പിന്മാറ്റം. ഇവര് 2 വിഭാഗത്തിൽപ്പെട്ടവരായാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഉള്ള പ്രശ്നമൊന്നുമില്ല. ഇപ്പം ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഇവിടേക്ക് ഒരുപാട് ക്രിസ്ത്യാനി പിള്ളേരെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിയും. ഇപ്പം അങ്ങനെയുള്ള മതവും ജാതിയും ഒന്നും ആരും നോക്കുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. അവർ നോക്കുന്നതല്ലേ മതവും പ്രശ്നമാണ്. ഈ മക്കള് തമ്മിൽ ജാതി മാത്രം നോക്കുവാണ്. ഇവർ ഈ അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും മക്കളും പ്രശ്നമൊന്നുമില്ല. അവരൊരു കൂട്ടുകാരെ പോലായിരുന്നു. അത്ര നല്ല അങ്ങനെ മക്കളുമായിട്ട് കുഞ്ഞിലെ മുതൽ ഒരു സുഹൃത്ത് ബന്ധം മാതിരിയായിരുന്നു മക്കളെ. ഇപ്പോഴായാലും പുള്ളി മക്കളെന്ത് പറഞ്ഞാലും പുള്ളി സാധിച്ചു കൊടുക്കുമായിരുന്നു.
ഈ പഴയ വീട് ഇവിടെ നിന്ന് ഈ ഫ്രണ്ടിൽ അത് പൊളിച്ചിട്ടാ റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാലുകാച്ചൽ 2 വർഷത്തിനകത്താവും. എൻ്റെ മോടെ കല്യാണത്തിന് മുമ്പായിരുന്നു.